തലശ്ശേരിയിൽ ഇല്ലത്ത് താഴെ മണോളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം അതിരാവിലെ കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അവിടെ നടന്ന ചില കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. പ്രസാദ സദ്യ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ഭക്തജനങ്ങൾ പ്രസാദ സദ്യ കഴിച്ചിട്ട് പോകാവൂ എന്നറിയിക്കുന്നു. അതിനോട് കൂടി ഇന്നല്ലാതെ ഇതെന്നാണ് പിടിക്കണേ. സംഭവം ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെ പോലും ബന്ദികളാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ CPM പ്രവർത്തകർ ചെയ്തത്. പോലീസുകാരും സഖാക്കന്മാരും തമ്മിലുള്ള ഒരു പ്രത്യാക്രമ ദൃശ്യങ്ങളാണ് അവിടെ അമ്പലനടയിൽ കാണാൻ സാധിച്ചത്. അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പ്രകോപനവും കൂടാതെ ഭക്തസഹസ്രങ്ങളെ പോലീസുകാരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു. ഒരു ക്ഷേത്ര പരിസരത്ത് ആ സമയത്ത് ഇൻകുലാബ് സിന്ദാബാദിന്റെ ആവശ്യം എന്തായിരുന്നു എന്നതായിരുന്നു അവിടെ ഉയർന്ന ചോദ്യം. അങ്ങനെ ഇരുകൂട്ടരും BJP-കാരും CPM-ഉം തമ്മിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഏകദേശം 20ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. 20ഓളം പേർ പോലീസിനെ തടഞ്ഞു വെക്കുകയും പ്രതിയായ ആളെ പോലീസിന്റെ കയ്യിൽ നിന്ന് വളരെ ബലപ്രയോഗം നടത്തി കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പോലീസിന്റെ കാര്യങ്ങൾ വളരെ രീതിയിൽ നിയമം കൊണ്ടുപോകേണ്ടുന്ന പോലീസിന്റെ ക്രമസമാധാനം പാലിക്കേണ്ടുന്ന പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ ഇവിടെ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് CPM പ്രവർത്തകർ. ശരിക്കും ഇതിപ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖം നോക്കാതെ ഇപ്പോൾ കേസെടുക്കാനും തുടർ നടപടികളിലേക്ക് പോകാനും തുനിയുകയാണ് എന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസുകാർ വളരെ ശക്തമായി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വനിതാ SI പോലും വളരെ ഒരു പുലിക്കുട്ടിയെ പോലെ മുന്നോട്ട് വന്ന് ഈ
പ്രതിസന്ധിയിൽ ഈ പ്രവർത്തകരോട് ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ പോലും അവിടെ എല്ലാം മറന്ന് വന്നു നിന്ന് ആ CPM പ്രവർത്തകരോട്, ആണുങ്ങളോട് മല്ലിട്ട് തന്നെ അവിടെ ഒരു ആ പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇത്തരത്തിൽ മനഃപൂർവ്വം അവിടെ വന്നൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തലശ്ശേരിയിലെ ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഇരുവിഭാഗവും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഏറ്റുമുട്ടിയതോടെ അവിടെ ക്ഷേത്രോത്സവം തന്നെ ആകെ താറുമാറാവുകയാണ് ചെയ്തത്. സംഘർഷാവസ്ഥയ്ക്ക് കാരണക്കാരായത് CPM പ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ തെയ്യത്തിന് എസ്കോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് പോലീസിന് വന്നത്. കാവിൽ കളിക്കാൻ വന്നാൽ ഒരൊറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ല എന്ന രീതിയിൽ തലശ്ശേരി പോലീസുകാർക്കെതിരെ CPM കൊലവിളി നടത്തി. കൂടാതെ ഇത് ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നിടത്തോളം ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്നതേ നടക്കൂ എന്ന മട്ടിലുള്ള ചില ഭീഷണിപ്പെടുത്തലുകളും നടത്തി. 7 CPM പ്രവർത്തകർക്കെതിരെ ഇത്തരം ഭീഷണിക്കാണ് കേസെടുത്തത്. കേരളം ഭരിക്കുന്നത് തങ്ങളാണ് എന്നത് ബോധ്യപ്പെടുത്തി തരാമെന്നാണ് ഇവർ പറഞ്ഞതെന്ന് FIR-ൽ പറയുന്നു. തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തി. ശരിക്കും കാവിൽ കളിക്കാൻ വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് CPM പ്രവർത്തകരാണ് എന്നുള്ളത് മറന്നു തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം അവിടെ നടന്നിരിക്കുന്നത്. എന്ത് വന്നാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു നാട്ടിൽ എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടാവും. ഒരു നാട്ടിലെ ഒരു ക്ഷേത്രോത്സവം, ഒരു ദേശോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഒരുമയോടുകൂടി, ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് മതമായാലും ഒരുമയോടുകൂടി സൗഹാർദ്ദപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അതെല്ലാം മറന്ന് തലശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ആക്രമങ്ങൾ വളരെയധികം പതിവാകുന്നു എന്നതാണ് പറയാൻ ഉള്ളത്. ഇതിൽ വളരെ വേദനാജനകമായ ഒരു കാര്യമായെങ്കിൽ പോലും ഇതിപ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖം നോക്കാതെ തങ്ങളുടെ ആൾക്കാരാണ് എന്നതുപോലും നോക്കാതെ മുന്നോട്ട് പോകുന്നതും അഭിനന്ദനാർഹമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.